സഹോദരന്മാരെ, ആ മാന്യമായ കൂലി കിട്ടാൻ നമ്മുടെ ഖൽബിനെ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട്. ഖൽബ് ചത്തുപോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മൗത എന്ന പ്രയോഗം പലയിടങ്ങളിലുമായി നബി തങ്ങൾ നടത്തിയിട്ടുണ്ട്. മനസ്സ് മരവിച്ചു പോകാൻ പാടില്ല. നുഹീ ഖുലൂബൻ മാതത് ബിൽ ഖസ്വ, കടുത്ത സംസാരം കൊണ്ട്, കടുത്ത ഭാഷ കൊണ്ട്, കടുത്ത ചിന്ത കൊണ്ട് മനസ്സിന് ജീർണിച്ചു പോയ കൽബുകളുണ്ട്. ആ കൽബുകളെ നമ്മളാണ് സജീവമാക്കുന്നത്. എന്നും ഹദ്ദാദ് ചൊല്ലുന്ന ആളുകൾ ദ്വാരക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദ്വാ അതാണ്. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യിൽ ഖുലൂബ തഹ്യാ. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവേ, ഖൽബിന് ഹയാത്ത് കൊടുക്കുന്നത് നീയാണല്ലോ. അഹ്യിൽ ഖുലൂബ തഹ്യാ, നീ ഖൽബുകൾക്ക് സജീവത തരണം. അതാണ് സത്യത്തിൽ സഹോദരന്മാരെ സജീവത. ബാക്കിയുള്ളൊക്കെ പ്രകടന പരതകളാണ്. അതിന് കാര്യമായി ഒന്നുമില്ല, പുറംപൂച്ചുകളാണ്. അതേ സമയത്ത് യഥാർത്ഥ സൗന്ദര്യം ഖൽബിന്റെ സൗന്ദര്യമാണ്. അതുകൊണ്ടാണ് അഹ്യിൽ ഖുലൂബ തഹ്യാ, ഹയാത്താക്കേണ്ട രൂപത്തിൽ ഖൽബുകളെ നീ ഹയാത്താക്കണം. അല്ലെങ്കിൽ നീ ഖൽബുകൾക്ക് ഹയാത്ത് നൽകണം. അങ്ങനെ നീ ഹയാത്ത് നൽകുമ്പോ തഹ്യാ, ഖൽബുകൾ സജീവമാകുന്നു. അതേ രൂപത്തിൽ ഹയാത്ത് നൽകണമെന്ന് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോ ഖൽബിനെ മരവിപ്പിക്കുന്ന കാര്യങ്ങൾ 4 എണ്ണമാണെന്നൊരു ഹദീസിൽ കാണാം. അർബഉൻ യുമിതിനൽ ഖൽബ. ശരിക്കും കേൾക്കണം. ഖൽബിനെ മരവിപ്പിക്കുന്ന കാര്യങ്ങൾ 4 എണ്ണമാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, അദ്ദംബു അലദ്ദം, ഒരു ദോഷം ചെയ്തിട്ട് അത് പൊറുപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് മറ്റൊന്ന് ചെയ്യാം. വേറെ ഹദീസിൽ പറഞ്ഞൊരു മുഅ്മിൻ ഒരു ദോഷം ചെയ്താൽ അല്ലാഹു അവന്റെ ഖൽബിൽ ഒരു നുക്തത്തുൻ സൗദാ, ഒരു കറുത്ത പുള്ളി കുത്തും. അത് ആ പുള്ളി മായ്ക്കപ്പെടുന്നതിന്റെ മുമ്പ്, മായ്ക്കപ്പെടുന്നത് അവന്റെ അമലുകൾ കൊണ്ടായിരിക്കും, മായ്ക്കപ്പെടുന്നതിന്റെ മുമ്പ് രണ്ടാമതും ചെയ്താൽ ആ പുള്ളി ഒന്നുകൂടി വികസിക്കും. അതങ്ങനെ വികസിച്ച് വികസിച്ച് വന്നാൽ പിന്നെ അവന്റെ ഖൽബ് സീല് വെക്കപ്പെട്ട ഖൽബാകും, കസുവത്തുള്ള ഖൽബാകും. വഇന്ന ബഅദൻ നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി, ജനങ്ങളിൽ നിന്ന് അല്ലാഹുവിൽ നിന്ന് ദൂരത്തായവൻ, ജനങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരത്തായവൻ അൽ ഖൽബുൽ ഖാസി, കടുത്ത മനസ്കനാണ്. ആ കടുത്ത മനസ്സ് വരുന്നതിന്റെ ഒരു കാരണം, ഖൽബ് മരവിച്ചു പോകുന്നതിന്റെ ഒരു കാരണം അദ്ദംബു അലദ്ദംബി, ഒരു ദോഷം ചെയ്തിട്ട് തിരുത്തുന്നതിന്റെ മുമ്പ് രണ്ടാമതും ഒന്ന് വരുന്നു, പിന്നെയും വരുന്നു, പിന്നെയും വരുന്നു. പൊറുക്കപ്പെടാതെ അങ്ങനെ പോവുകയാണെങ്കിൽ അത് മരവിച്ചു പോകും. രണ്ടാമത്തെ ഒരു കാര്യം വകസ്റത്തു മുസാഹബത്തിൻ നിസാഇ വഹദീസുഹുന്ന. ചെറുപ്പക്കാരെ, ഈ സംസാരം നന്നായി ശ്രദ്ധിച്ചോളൂ. എന്റെ വകയല്ല, ഹദീസാ പറയുന്നത്. ഉപ്പമാരെ നന്നായി ശ്രദ്ധിച്ചോളൂ. പ്രായമത്ര കഴിഞ്ഞാലും പൂതി മാറിയിട്ടില്ല. അന്യ സ്ത്രീകളോടുള്ള സംസാരവും സമ്പർക്കവുമാ. ഞാൻ എന്റെ വകയിൽ കെട്ടിക്കൊണ്ടുവന്നതല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിനെ മരവിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോ ഇന്നത്ര സജീവമാണത് നിങ്ങൾ നോക്ക്. അതിനെത്ര സ്വാതന്ത്ര്യമാണ് ഇന്നത്തെ കാലത്ത്. ഞാൻ പരത്തി പറയുന്നില്ല, അതിനുവേണ്ടിയല്ലേ പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ, അവർ ഇറങ്ങണം, ഇറങ്ങിയാലേ നാട് നന്നാകൂ, ഇറങ്ങിയാലേ ജനങ്ങൾ നന്നാകൂ, ഇറങ്ങിയാലേ അവകാശങ്ങളൊക്കെ കിട്ടൂ. അതേ, കസ്റത്തു മുസാഹബത്തിൻ നിസാഇ വഹദീസുഹുന്ന, അന്യ സ്ത്രീകളോടുള്ള അധികരിച്ച സമ്പർക്കവും അവരോടുള്ള അധികരിച്ച സംസാരവും ഖൈറിന് വേണ്ടിയല്ല കേട്ടോ. ഒരു മസാല പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ഒന്ന് ദ്വാർപ്പിക്കാൻ വേണ്ടി. ഉസ്താദെ, ഞാനിങ്ങനെ നേർച്ചയാക്കിയിട്ട് നിങ്ങളൊന്ന് ദ്വാർക്കണം, അതൊക്കെ ഖൈറായ കാര്യമാണ്. അങ്ങനെ ഫോൺ വിളിച്ച് കത്തിലെഴുതിയിട്ട് പലരും വന്ന് പറയുന്നതുണ്ട്. അതേ, ഫത്വ ചോദിക്കാൻ വരുന്നതുണ്ട്. അതല്ല ഈ പറഞ്ഞത്. പിന്നെയോ, തന്റെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കിന്നാര വാർത്തകൾ മുഴുവനും കൊഞ്ചിക്കുഴിയുന്ന ഭാഷയിൽ പറഞ്ഞ് സ്വാധീനത്തിന്റെ വലയത്തിൽ വരുത്തുന്നവരില്ലേ? അതിനുവേണ്ടി നേരം കളയുന്നവരില്ലേ? പ്രായം
വിഷയത്തിൽ വ്യത്യാസമില്ലാതെയായിരിക്കുന്നു. അതേ ശരീരത്തിന് മറ്റുള്ളവർ കാണുമെന്ന മറ പൊളിഞ്ഞുപോയിരിക്കുന്നു. അതുകൊണ്ടല്ലേ ചെറുപ്പക്കാരികളെ ഞാൻ പറയട്ടെ, അന്യപുരുഷന്മാർ ആ രൂപത്തിൽ വരുമ്പോ മാറിക്കളയണം. നമ്മളെ കൊണ്ടവരെ മനസ്സ് കടുത്തുകൂടാ എന്ന ഹൈറായ ചിന്ത നമ്മുടെ കൽബിലുണ്ടാകണം. ഞാനൊരു അന്യപുരുഷനോടും എന്റെ പഠന സ്ഥലത്ത് വെച്ച് കൂട്ടുകെട്ടിയിട്ട് അവന്റെ മുഴുവനും എന്റെ കൽബിൽ കുടിയിരുത്തിയിട്ട് ഞാൻ അവന്റെ മനസ്സ് ദുഷിപ്പിക്കണ്ട, അവന്റെ മനസ്സ് മരവിപ്പിക്കണ്ട എന്നല്ലേ തീരുമാനിക്കേണ്ടത്. ഇരിക്കട്ടെ, മൂന്നാമത്തെ കാര്യം വിഡ്ഢികളായ ആളുകളോട് തർക്കിക്കുക. മരുവിന്റെ ശേഷം സന്ദേശമൊക്കെ അങ്ങാടി ഇറങ്ങിയ കാണുന്നതാണ് തൊള്ളത്തല്ല്. എന്തിന്? ദോൽ പരിപാടി, രാഷ്ട്രീയ പരിപാടി മറ്റോ അടുത്ത് നടന്നിട്ടുണ്ട്, അതിന് തല്ല, തൊള്ളത്തല്ലി എന്ന തല്ല. അതാ പറഞ്ഞേ. എത്ര പേരെ ഉറക്കം വരുന്നവരല്ലേ പള്ളിയിൽ വശക്കുന്നവരെ ഇരുന്ന് അങ്ങനെ പറയുന്നേ. ഇപ്പോ മുമ്പൊക്കെ സഹോദരന്മാര് മാത്രമേ, ഇപ്പോഴോ ഇപ്പൊ ഈ വിഷയത്തിൽ ആരെല്ലാം ഉണ്ട്? എല്ലാവരും ഉണ്ട്. പമ്പരവിടിയായ ആള് എന്ന് പറഞ്ഞാൽ ആരാ? മറ്റുള്ള ആൾക്കാരെ ഗീബത്ത് തിന്നാൻ ഒരു മടിയില്ലാത്ത ആൾ. അതാരാന്ന്? അത് ഏറ്റവും കൂടുതൽ സജീവമാകുന്ന ആരാ? നിങ്ങൾ ചിന്തിച്ചു. നല്ല രാഷ്ട്രീയം ഇസ്ലാമിലുണ്ട്. തോന്നിയാസം പറയാൻ പാടില്ല, സ്റ്റേജിൽ കയറി അന്യ രാഷ്ട്രീയക്കാരന് ഗീബത്ത് പറയാൻ പാടില്ല, ഒരു അവിശ്വാസിയാണെങ്കിൽ പോലും ഗീബത്ത് പറയാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമല്ലേ നമ്മുടെ മതം? കുട്ടന്മാരോട് സംസാരിക്കുക, വിഡ്ഢികളെ പോലെ അവരോട് സമ്പർക്കം പാലിക്കുക, അവരോട് കൂടുതൽ സഹകരണം പാലിക്കുക, അവരോട് തർക്കിക്കുക, എന്നിട്ട് ഇവന്റെ കാര്യം പറഞ്ഞ് ഇവൻ കീഴടക്കാൻ നോക്കുക. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം മുജാലസത്തുൽ മൗത, മനസ്സ് ചത്തവരുടെ കൂടെ ഇരിക്കല. അതിന് കൽബിൽ ഇഷ്ടം തോന്നാൻ പാടില്ലട്ടോ, കൽബിൽ ഇഷ്ടം തോന്നാൻ പാടില്ല. ആരായി മനസ്സ് ചത്തവരെന്ന് സഹാബത്ത് ചോദിച്ചു. ഖീല യാ റസൂലല്ലാഹ് വമാ മുജാലസത്തുൽ മൗത, മരിച്ചവരെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞല്ലോ, കൽബ് ചത്തവരെ കൂടെ തുറന്നു പറഞ്ഞല്ലോ. ആരാ നബിയെ? അപ്പൊ പറഞ്ഞു കുല്ലു ഗനിയിൻ മുത്രിഫുൻ വസുൽത്താനുൻ ജായിർ, ദീനിന് അവന് ഒരു ഗുണവുമില്ല, അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമ്പന്നനായി ജീവിക്കുന്ന സമ്പന്നനാണ്. കിട്ടുന്നത് കൊണ്ട് എന്തെല്ലാം പറ്റുമോ? മദ്യാണെങ്കിൽ മദ്യം, വിസ്കി ആണെങ്കിൽ വിസ്കി, ബ്രാൻഡി ആണെങ്കിൽ ബ്രാൻഡി. അവന്റെ കൂടെ ഇരുന്നിട്ടൊരു 100 രൂപ കിട്ടണമെന്ന് നിനക്ക് തോന്നരുത്. അവന്റെ കൂടെ ഇരുന്നിട്ടൊരു ചായ കുടിക്കണമെന്ന് നിനക്ക് തോന്നരുത്. അവന്റെ കൂടെ ഇരുന്നിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നരുത്. അവനെന്തെങ്കിലും അങ്ങാടിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയി കൊടുത്താൽ 500 അവൻ സ്വതക്ക തരുമെന്ന് തോന്നിയിട്ട് അവന്റെ കൂടെ ഇരിക്കരുത്. കാരണം അവൻ സുഖിയനാണ്, ദീനവൻ അറിയില്ല. അല്ലെങ്കിൽ അക്രമിയായ ഭരണാധികാരി, ആ ഭരണാധികാരിന്റെ കൂടെ നീ കൂടുന്നത് നിന്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടപ്പിലാകാനാണ്, നിന്റെ രേഖകളൊക്കെ പെട്ടെന്ന് നീങ്ങാനാണ്. അവനോടൊരു സൗഹൃദം നിനക്ക് വന്നാൽ അവർ ഹൃദയം ചത്തവരാണെന്ന് ഞാനല്ല പറഞ്ഞത്, ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. അപ്പൊ കൽബിനെ മരവിപ്പിക്കുന്ന കാര്യങ്ങൾ, നല്ല സമ്പന്നരുണ്ട്, അവരോട് അവരെ നന്മ പാലിച്ചുകൊണ്ട് കൂടെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അവർ നല്ല സ്വഭാവമുള്ളവരാണ്, നിസ്കരിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്തവരാ, നോമ്പ് നോൽക്കുന്നവരാ, അനാവശ്യങ്ങളോട് താല്പര്യമില്ലാത്തവരാണ്. അല്ലാഹു കൊടുത്ത പണം കൊണ്ട് അതേ അനാവശ്യങ്ങളിലേക്കൊന്നും പോകാതെ നല്ല നിലക്ക് കുടുംബം പോറ്റി മക്കളെ പഠിപ്പിച്ച് ഹൈറായ കാര്യങ്ങളിലൊക്കെ ഭാഗവാക്കായി അങ്ങനെ ജീവിക്കുന്ന നല്ല സമ്പന്നരുണ്ട്. അവരോടുകൂടെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, അവർ നല്ലവരാണ്. അതേ സമയത്ത് സുഖലോലുപനായി മാത്രം കഴിയുന്ന പണക്കാരൻ, അവന് ദീനി വിഷയമല്ല, അവന്റെ എന്തെങ്കിലും വിഷയം ആരെങ്കിലും എതിർത്താല് അവരാണ് അവന്റെ വിഷയം. ആ രൂപത്തിൽ ജീവിക്കുന്ന ധിക്കാരികളായ ആളുകൾ നിസ്കാരം അവർക്ക് തൊട്ട് തീണ്ടിയിട്ടേ ഇല്ല, ജുമുഅക്ക് അവര് പോയിട്ടേ ഇല്ല, നോമ്പ് അവര് നോച്ചിട്ടേ ഇല്ല, കുടി അവര് മാറ്റുന്നൊരു ദിവസവും ഇല്ല. ഇങ്ങനെ സുഖിയനായി കഴിയുന്ന പണക്കാരന്റെ കൂടെ ഇരുന്നിട്ട് ഹൃദയം ചത്തുപോകണ്ട.